ഗംഗു ആഹാ 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 കവിതകൾ പഠിച്ചത് കൊടുകൊടു കൊണ്ടൽ കാണും ക്രിസ്റ്റി ആ സെൻട്രോ ക്രിസ്റ്റി എന്തിയെ? ആ പ്രിൻസെ ക്രിസ്റ്റി റെഡി ആയിക്കൊണ്ടിരിക്കുക. ആ നീ വന്നാ? എടി സാറാമേ, ഇതേ പ്രിൻസ് വന്ന്. അപ്പച്ച അവനോട് വേഗം റെഡിയാവാൻ പറ. ഇന്നല്ലേ നമ്മളെ ഓതർ മീറ്റ് ചെയ്യാൻ വിളിച്ചേക്കുന്നേ. എടാ മോനെ, എനിക്ക് പേടിയാവണം കേട്ടോ. പിന്നെ എന്തെങ്കിലും പണി തരാനായിരിക്കോ? പിന്നെ പണി അത് നമ്മളോട്. ആ പ്രിൻസെ പോവാം. സിൻഡ്രു ചേട്ടനെ എടുക്കണോ? എന്തിന്? വെറുതെ. എടാ മോനെ, വേണേ എന്റെ എടുത്തോ. അപ്പനെ കാല് വരുന്നുണ്ട്. അനക്ക് അവനെ എടുക്കാത്ത പറയുള്ളൂ. ഏതാടാ ഈ അധോലോകം? ചേട്ടാ, ഈ ഓതർ നിന്നെ പോലെ വട്ടുകേസാണോ? എന്നെ പോലെ അല്ല, നിന്നെ പോലെ. ദേ നിക്കണോ, ഇത് വട്ട് തന്നെ. ചിരിക്കണോണ്ടില്ലേ? നീ ഒന്ന് വെറുതെ ഇരി. നമ്മളെ കണ്ടിട്ട് ചിരിക്കുന്നതാ. നമ്മളെങ്ങനെ കാണാനാണ് പൊട്ട? തിരിഞ്ഞു നിൽക്കണ കണ്ടില്ലേ? ക്രിസ്റ്റി, ഓതർ എന്താ തിരിഞ്ഞു നിൽക്കണേ? ആ ആർക്കറിയാം, ചോദിച്ചു നോക്കാം. ഓതറേ ഓതറേ, എന്താ തിരിഞ്ഞു നിൽക്കണേ? ഞങ്ങൾ വന്നു. ഞാൻ എങ്ങനെ നിൽക്കുന്നു എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ തരിക. അതാണ് നിങ്ങളുടെ ജോബ്. എന്നാലും ഇത് ശരിയല്ല. ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ പിന്നാമ്പുറം കാണിച്ചു കൊടുക്കുന്നത് ശരിയല്ല. എനിക്ക് തിരിയാൻ പറ്റില്ല. പെടലി വേദനയാ. സോ പ്ലീസ് ബി കോർപ്പറേഷൻ പ്രിൻസ്. ഓ, കോർപ്പറേഷനിൽ പോലൊന്നും നടക്കില്ല. ഓ, ഒന്ന് സഹകരിക്കൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ സഹകരിക്കാം. എത്ര വേണേലും സഹകരിക്കാം. നിങ്ങളുടെ സ്റ്റോറി ഒരുപാട് പേർക്ക് ഇഷ്ടമായി. നിങ്ങളെ കുറിച്ച് കുറെ ഫാൻസ് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരം തേടിയാണ് ഞാൻ നിങ്ങളെ തേടി ഇവിടെ എത്തിയത്. ആദ്യത്തെ ചോദ്യം ചോദിക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിരിക്കുന്നത് പ്രിൻസിനെ കുറിച്ചാണ്. ഇത് ഫൗളാണ്. ഇത് എന്റെ സ്റ്റോറിയാണ്. അതിൽ ഇവന്റെ ഷോ നടത്താൻ ഞാൻ സമ്മതിക്കൂല. എന്തോ എല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടമാണ്. ഹേ സില്ലി, മിണ്ടാണ്ടിരുന്നു. ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ ഒരു കാര്യം എന്ന് പറഞ്ഞേക്കാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ കൊടുത്ത ശേഷം ഒരുപാട് ഫാൻസ് അതിനൊക്കെ കമന്റ് ഇട്ടായിരുന്നു. അതിനുശേഷം ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു. അവരുടെ പേര് മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോന്ന്. പക്ഷെ അതിനാകെ 1-2 പേരെ റിപ്ലൈ തന്നുള്ളൂ. അതിൽ ഒരാള് നെഞ്ചു പിരിച്ച് മുന്നോട്ട് വന്നത് ജിമീന. അപ്പോ ജിമീനയുടെ ചോദ്യം തന്നെ ആദ്യം ചോദിക്കാം. നെഞ്ചും പിരിച്ച് മുന്നോട്ട് വന്നു ജിമിന? കൊള്ളാലോ. അരെ ജിമിന പോരട്ടെ. ആദ്യത്തെ ചോദ്യം ക്രിസ്റ്റോടാണ്. ജിമിനയുടെ ചോദ്യമാണ്, ടൂൾസ് മാറ്റിവെച്ച് സിന്ധുവിനെ സ്നേഹിക്കണം എന്നാണ് ചോദ്യം. എന്ത്? ഒരിക്കലുമില്ല. പാരമ്പര്യമായി ഞങ്ങൾ വികാര കുടുംബമാണ്. അതൊന്നും മാറ്റിവെക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കണ്ണിച്ചോരുണ്ടോ? ക്രിസ്റ്റി കരയാതെ. സിന്ധു പിന്നെ പറയുന്ന കേട്ടില്ലേ? ആ മതി, കരഞ്ഞു കഴിഞ്ഞെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവായിരുന്നു. എന്റെ ഓതറെ, എന്റെ ഫ്രണ്ടിന് കരയാനുള്ള അവസരമെങ്കിലും കൊടുക്ക്. എനിക്കതിനൊന്നും ടൈമില്ല. എനിക്ക് അനുവിന്റെയും സച്ചുവിന്റെയും കാര്യങ്ങൾ നോക്കാനുള്ളതാ. ഓഹോ, അപ്പോ നിങ്ങൾക്ക് അവരാണല്ലേ വലുത്? നീ ചെക്ക ചുമ അടക്കാതെ. ഇല്ല, ഞാൻ മിണ്ടില്ല. ഞാൻ വഴക്കാം. അച്ചോടാ, തുത്തിരി തുത്തിരു തുത്തിരി തുത്തിരു വഴക്കിടല്ലേ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാ. പ്രിൻസി മാലാക നോർത്ത് ഹെവനിൽ എവിടെയാ? അടിപൊളി ക്വസ്റ്റ്യൻ. നോർത്ത് ഹെവനിൽ കുന്നംകുളം ജംഗ്ഷനിൽ മതിയാ. അല്ല പിന്നെ ഒരു മാലാകയായ ടെൻഷൻ എനിക്കറിയാം. അതവർക്കറിയില്ലല്ലോ. അടുത്ത ചോദ്യം ക്രിസ്റ്റിയോടാണ്. ഒരുപാട് പേർ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അവരുടെ ചോദ്യം എന്താന്ന് വെച്ചാ പ്രാക്ടിക്കൽ നടന്നോ എന്ന്. പിന്നെ നടക്കാതെ നടന്നുകൊണ്ടിരിക്കുക. അതില് സിന്ധു
ക്രിസ്റ്റി പബ്ലിക്കായിട്ട് വിളിച്ചു കൂവാതെ ആരും പേടിക്കണ്ട. അതെല്ലാം ഈ ക്രിസ്റ്റി ചായ നോക്കിക്കോളാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവരുടെ ചോദ്യം എന്താന്ന് വെച്ചാ അച്ഛശ്വതിയെയാണോ കിളവൻ എംഡെയാണോ പ്രിൻസ് സ്വീകരിച്ചെന്ന. ഓ, മറക്കാൻ ആഗ്രഹിക്കുന്ന ഓരോന്നും കുത്തി പൊക്കാതെ ജീവിച്ചു പൊക്കോട്ടെ. പിന്നെ അച്ഛശ്വതി ഞാൻ മറന്നിട്ടൊന്നുമില്ല. എന്തോ എങ്ങനെ അത് ചെറുതായിട്ട് എവിടെയോ കൊളുത്തിയോന്നൊരു ഡൗട്ട്. പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത വേറൊരു വ്യക്തി ചോദിച്ചിരിക്കുന്നു. മോളെ സിൻഡ്രു പോരുന്നു എന്റെ കൂടെ. ആർക്കാണ് അതിന്റെ സെൻട്രൂനെ വേണ്ടത്? ക്രിസ്റ്റി, നീ ഒന്ന് വെറുതെ വിട് സെൻട്രു. ഇന്ന് അവന്റെ പരിപ്പ് ഇളക്കിയിട്ട് തന്നെ മതി. പരിപ്പ് നീ I can't feel no better. പോടാ ഓപ്പേ. സെയിം ചോദ്യം രണ്ടുപേര് ചോദിച്ചിട്ടുണ്ട്. ആ രണ്ട് ചോദ്യവും ഞാനിപ്പോ പറയാം. ഒരാൾ ചോദിച്ചിരിക്കുന്നു, പ്രിൻസേ നിനക്ക് ഞാനൊരു ജീവിതം തരട്ടെ, എന്റെ നെയിം യൂൻജി. അതുപോലെ അടുത്തൊരാൾ ചോദിച്ചിരിക്കുന്നു, ഇപ്പോഴും സിംഗിൾ ആണോ പ്രിൻസേ, വേക്കൻസി ഉണ്ടെന്ന്. വന്നു മക്കളെ. ആര് സ്വീകരിക്കും? എടാ പച്ചൂശ്വരി, അവനോട് പോവാൻ പറ. നീ ആടാ അസൽ കോഴി. അടുത്ത ക്വസ്റ്റ്യൻ അപ്പനോടാ. ഡേ മാറടേ, എനിക്കുള്ള ക്വസ്റ്റ്യൻ നീയൊക്കെ മാറി. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഒരു ജഗജില്ലാടിയാണ്. ചോദ്യം എന്താന്ന് വെച്ചാ, നിങ്ങളൊരു അപ്പനാണോ? സ്വന്തം മകന്റെ പ്രാക്ടിക്കൽ മുടക്കിയിട്ട് വേണോ നിങ്ങളുടെ എക്സ് പുതുക്കാൻ? അപ്പനാണ് പോലും അപ്പൻ. കൊച്ചേ, എനിക്കും വേണ്ട ജീവിതം. എന്റെ ജീവിതം മുളയിലൊഴിയ അവൻ അങ്ങനെ സുഖിക്കണ്ട എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്കത് ഒരു കുറ്റബോധമില്ല. അപ്പാ എന്നാലും പോടാ. അങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ ഇവിടെ കഴിഞ്ഞു. കുറെ പേർ ഇതിന്റെ സ്പെഷ്യൽ പാർട്ട് വേണമെന്ന് പറയുന്നുണ്ട്. ഓദറെ കേട്ടോ? എന്തോ ഓദറിന്റെ അഭിപ്രായം? ഓ, എനിക്ക് വലിയ അഭിപ്രായം ഒന്നുമില്ല. എന്താണോ ഓദറെ അത്രയും അടിച്ചു പൊളിച്ചു തന്ന സ്റ്റോറി അല്ലേ ഓദറെ? ഓ, നിങ്ങൾക്ക് ആ സച്ചുവിനെ അനുവിനെയും ബെഞ്ചമിനെയും എറിക്കിനെയും ഒക്കെ മതിയല്ലോ. ഞങ്ങള് പാവങ്ങൾ, ഞങ്ങൾ അനാഥരല്ല, ഗുണ്ടകളാണ്. അലവലാതി, നീ എന്തൊക്കെയാ വിളിച്ചു പറയണേ? ഗുണ്ടകളോ നമ്മളോ? അതൊരു ഫ്ലോയില് പറഞ്ഞു പോയതാ, കണ്ണീച്ചോലയില്ലാത്ത ഓദർ. നിന്നൊക്കെ ഒരു കണക്കിന് ഞാൻ ഈ FP തന്നെ കൺട്രോൾ ചെയ്തേ. ഇനിയും കൊണ്ടുവരാന്ന് വെച്ചാ ഞങ്ങൾ അടങ്ങി ഒതുങ്ങി നിന്നോളാം. എന്റെ വികാരങ്ങൾ ഞാൻ മതിയായി പുറത്തെടുത്തില്ല എന്നത് തോന്നൽ. സിന്ധു, നീ പേടിക്കണ്ട, ഇത് ആ വികാരമല്ല, വേറെ വികാരം. ആ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അത് മതി. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോവാ. അതെ, പോകുന്നതിന് മുന്നേ ആ ഫേസ് ഒന്ന് കാണാൻ പറ്റൂ? എന്നാത്തിനാ? ആ ഓദറെങ്കിലും ഒന്ന് വെറുതെ വിടറാപ്പാ. എടാ അതിനല്ലടാ, വെറുതെ ഒന്ന് കാണാൻ. ഫ്രണ്ട്സേ, നിന്നോടല്ലേ പറഞ്ഞേ എന്റെ പെടലേക്ക് ഓടിയിരിക്കുവാന്ന്? മര്യാദക്ക് വിട്ടോട്ടാ. I can't feel no better. What's this knob do? ഓ, പോയേക്കാവേ. വാടാ ക്രിസ്റ്റി, വീട്ടിലേക്ക് പണി കൊടുക്കാനുള്ള നേരം. കവിതകൾ പഠിച്ചത് കൊടു തെന്തൽ കാറ്റും വീശ്. ചില നേരം ചില തിരുവിരു കടപ്പട തുടിച്ചതിലെന്നും ദേഹം ചിന്ന പെണ്ണല്ല വണ്ട പൂന്ത